காற்றே கண் பார்த்தா காதல் காற்றே பூ பூத்தா தேன் வருமே பெண் பார்த்தா தீ வருமே என்னாச்சு தோணலியே ஏதாச்சு தெரியலையே நட்பாச்சு லவ் இல்லையே லவாச்சு நட்பில்லையே நேற்று என்பதும் கையில் இல்லை நாளை என்பதும் பையில் இல்லை என்று மட்டுமே நெஞ்சில் மிச்சம் உண்டு தோழா முத்த கூத்துக்கள் யாருக்காக மொத்த பூமியின் கூத்துக்காகத்தான் அன்பே நேற்று என்பதும் கையில் இல்லை நாளை என்பதும் பையில் இல்லை என்று மட்டுமே நெஞ்சில் மிச்சம் உண்டு தோழா முத்த கூத்துக்கள் யாருக்காக மொத்த பூமியின் கூத்துக்காகத்தான் അങ്ങനെ ഗൈസ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. പത്മനാഭൻ്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ രാവിലെ കുളിച്ച് ഒരുങ്ങി നല്ല മുണ്ടൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല. അതുകൊണ്ട് ഇവിടം വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി വളരെ പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിറഞ്ഞ ഒരു അമ്പലം തന്നെയാണിത്. ശ്രീ പത്മനാഭനെ കണ്ടു, മനസ്സിന് സന്തോഷമായി, തൊഴുതു. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചകൾ അങ്ങോട്ട് തുടരുകയാണ്. നമ്മളിന് നേരെ ആഴിമല ശിവ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ആഴിമല ശിവ ടെമ്പിൾ AD 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വളരെ ചരിത്ര പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്ന, കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലമാണ്. ഇവിടെ 2021 ആർട്ടിസ്റ്റ് ദേവനാഥൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ശിവഭഗവാന്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വെട്ടുകാട് ചർച്ചിലെത്തിയിരിക്കുകയാണ്. വെട്ടുകാട് ചർച്ച് മദർ ഓഫ് ഗോഡ് ചർച്ച് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. 1934 നിർമ്മാണം തുടങ്ങി 1937 കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന അതിമനോഹരമായ മോഡേൺ ശൈലിയിലുള്ള ഒരു വലിയ ചർച്ചാണിത്. ഇതിനോട് കൂടെ ഒരു വലിയ മ്യൂസിയവും അതുപോലെ തന്നെ ഒരു വലിയ ചാപ്പലും ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വിഴിഞ്ഞത്തുള്ള ഫിഷ് ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് ബോട്ടുകളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. അത് കാണുവാൻ തന്നെ നല്ലൊരു രസമാണ്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അതിരാവിലെ 5 മണി 6 മണിക്കൊക്കെയാണ് മത്സ്യബന്ധനത്തിനായിട്ട് കടലിലേക്ക് പോകുന്നത്. അവിടുന്ന് തിരിച്ചു വരുന്നത് 11 മണി 12 മണി അല്ലെങ്കിൽ 2 മണി 3 മണിക്കുള്ളിലൊക്കെ എല്ലാവരും തന്നെ തിരിച്ചു വരും. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഫ്രഷ് ആയിട്ടുള്ള മീൻ അവിടെ വെച്ച് തന്നെ ലേലം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും ലേലത്തിൽ പങ്കെടുക്കാം.
Take a